നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതക കേസിലെ വിധി വന്നു. കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക അമ്മാവൻ ജോസ് സുന്ദറാണ് നൽകണമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 4 വകുപ്പുകളിലായി പ്രതി ആകെ 26 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. 12ാം ക്ലാസ്സിന് പിന്നാലെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു. 93.66% വിജയം. മുൻ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ 0.06% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. cbse.gov.in, results.cbse.nic.in എന്നീ വെബ്സൈറ്റുകളിൽ പരീക്ഷാ ഫലം അറിയാനുള്ള ക്രമീകരണങ്ങളാണ് CBSE ഒരുക്കിയിരിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ, ജനന തീയതി എന്നിവ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ നൽകി ഫലം നോക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണം. വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകയ്ക്ക് നേരെ ആക്രമണം. സീനിയർ അഭിഭാഷകനാണ് ജൂനിയർ അഭിഭാഷകയായ യുവതിയെ മോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് മർദ്ദിച്ചത്. യുവതിയുടെ മുഖത്തിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. കോടതി വളപ്പിനുള്ളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. ജൂനിയർ അഭിഭാഷകയായ ശ്യാംലിയെ സീനിയർ അഭിഭാഷകനായ ബെയിൻ ദാസ് മോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. ശ്യാമലിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. യുവതി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ 9 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത്. ട്രോളി ബാഗിലാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. കഞ്ചാവ് വാങ്ങാൻ എത്തിയ മട്ടന്നൂർ സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവ് കൊണ്ടുവന്ന യാത്രക്കാരൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. പാനൂരിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്നാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിന് സമീപം 1 വർഷം മുമ്പ് ബോംബ് സ്ഫോടനത്തിൽ ഒരു യുവാവും കൊല്ലപ്പെട്ടിരുന്നു. ശുചീകരണത്തിനിടെയാണ് ഒളിപ്പിച്ച സ്റ്റീൽ ബോംബ് കണ്ടെത്തുന്നത്. ഈ പ്രദേശം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിൽ 9 പ്രതികൾക്ക് മരണം വരെ തടവ് ശിക്ഷ വിധിച്ചു. കോയമ്പത്തൂർ മഹിളാ കോടതി ജഡ്ജി ആർ നന്ദിനി ദേവിയാണ് ശിക്ഷ വിധിച്ചത്. പരാതിക്കാരായ 8 സ്ത്രീകൾക്കായി 85 ലക്ഷം രൂപ നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. ബലാത്സംഗം അടക്കം ചുമത്തപ്പെട്ട എല്ലാ വകുപ്പുകളും സംശയാതീതമായി തെളിയിക്കപ്പെട്ടതായി കോടതി കണ്ടെത്തി. തമിഴ്നാട്ടിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസിലെ പ്രതികൾ 200ഓളം സ്ത്രീകളെയാണ് പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത്. 50 സാക്ഷികളെയും 200-ലധികം രേഖകളും 400 ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി. 8 അതിജീവിതമാർ കോടതിക്ക് മുന്നിൽ മൊഴി നൽകുകയും ചെയ്തു. ആദംപൂർ വ്യോമതാവളത്തിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി മോദി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ തുടർന്ന് സൈനികർക്ക് രാജ്യത്തിന്റെ നന്ദി അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. തുടർന്ന് സൈനികരെ അഭിനന്ദിക്കുകയും ചെയ്തു. സൈനികർക്കൊപ്പം ആശയവിനിമയം നടത്താനും മോദി സമയം ചെലവഴിച്ചു. ആദംപൂർ വ്യോമതാവളത്തിലെ സുരക്ഷാ സ്ഥിതിഗതികൾ മോദി വിലയിരുത്തുകയും ചെയ്തു. ഇന്ത്യയിലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ച വ്യോമതാവളങ്ങളിൽ ആദംപൂറും ഉൾപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 ലഷ്കർ ഇ തോയ്ബ ഭീകരരെ സൈന്യം വധിച്ചു. 2 ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിൻപത്തിർ കെല്ലർ പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരുന്നതായി സൈന്യത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് അറിയിച്ചുകൊണ്ട് പോലീസ് പോസ്റ്റുകൾ പുറത്തിറക്കി. ഭീകരരെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ ഇനാമാണ് ജമ്മു കാശ്മീർ പോലീസ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. പുൽവാമ, ഷോപ്പിയാൻ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. പഞ്ചാബിൽ വിഷമദ്യ ദുരന്തത്തിൽ 14 പേരാണ് മരിച്ചത്. 6 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നതായി പഞ്ചാബ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മദ്യം നൽകിയ ആളടക്കം 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അമൃത്സറിലെ മജിദയിലാണ് സംഭവം നടന്നത്. സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നതായും വിതരണക്കാരെ അറസ്റ്റ് ചെയ്തതായും അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ സാക്ഷി സാവ്നി പറഞ്ഞു. മജിദയിൽ ഒരു നിർഭാഗ്യകരമായ ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ 5 ഗ്രാമങ്ങളിൽ നിന്ന് മദ്യം കഴിച്ചവരുടെ നില ഗുരുതരമാണെന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.